പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ കൂടെയാണ് എല്ലാവരും, ഇപ്പൊ ജോസഫായാലും ജബ്ബാറായാലും ഒക്കെ നടന്നു പോയിരുന്നത്. ഇപ്പൊ മതിൽക്കെട്ടുകൾ തിരിച്ച് നമ്മളൊക്കെ കുറെ കൂടി സ്വതന്ത്രരാവുകയല്ല ചെയ്തിട്ടുള്ളത്. ശരിക്ക് നമ്മൾ കുറെ കൂടി ഒതുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ മാതിരിയുള്ള ആ സൗഹാർദ്ദം മറ്റു മതങ്ങളോ മറ്റു സുഹൃത്തുക്കളോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ നാട്ടിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാ മതവിഭാഗക്കാരായിട്ടും നമ്മൾ വളരെ സൗഹാർദ്ദത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതിന് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ ഉപകാരപ്രദമാണ്. ഇതിലൂടെ നമ്മുടെ കൂട്ടായ്മ മാത്രമല്ല ശക്തിയും എല്ലാം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് എന്നും ഉണ്ടാകണം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ. എല്ലാവരും എല്ലാം മറന്ന് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുക. അതുമാത്രമല്ല, കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അസോസിയേഷൻ കൂടിയാണ് ഇതെന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നിട്ടുള്ളത്. എൻ്റെ ചെറുപ്പത്തിലെ 5-ലോ 6-ലോ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ നാട്ടിൽ ഞങ്ങൾ തന്നെ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് ഇങ്ങനെ വർഷം പരിപാടികൾ നടത്താറുണ്ടായിരുന്നു. എൻ്റെ നാട് ഇവിടെ കഴിമ്പ്രത്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാലോ. ശരിക്ക് ഞാൻ തൃശ്ശൂർ താമസിക്കുന്നതാണെങ്കിലും എൻ്റെ നാടെന്ന് പറയുന്നത് കഴിമ്പ്രം തന്നെയാണ്. കഴിമ്പ്രം വിജയൻ്റെ ശിഷ്യനായി എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അങ്ങനെ വളർന്നു വന്ന ചെറിയൊരു കലാകാരനാണ് ഞാൻ. എൻ്റെ മകളും സിനിമാ നടിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ലിയോണ ലിഷോയ്. അവൾ ഒരിക്കലും ഒരു സിനിമാ നടിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. വളരെ ചെറുപ്പത്തിൽ ഞാൻ നൃത്തം അഭ്യസിക്കാൻ വിട്ടു. പക്ഷെ അതിനിടയിൽ പാട്ട് അഭ്യസിക്കാൻ വേണ്ടി കുറച്ച് നാൾ ഞാൻ അയച്ചു നോക്കി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. മോനും അതെ മോളും അതെ മാഷ കളിയാക്കിയിട്ട് സാ ബാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പക്ഷെ നൃത്തം അഭ്യസിച്ചു. അത് ചെറുപ്പം മുതലേ പഠിച്ചിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവളെ ഒരു മോഡലിങ്ങിന് അവളെ കൊണ്ടുപോയത്. ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ഞാനും വരാം